എന്താണ് നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? അപ്പോൾ മൂവി ഇപ്പോൾ ആ ഒരു മൂവി വരുന്നത്, അത് കഴിഞ്ഞിട്ട് അജു സത്യം പറഞ്ഞ ഫ്യൂച്ചർ പ്ലാൻ ഇപ്പം ഞാനിങ്ങനെ വീണ്ടും ഫ്രം ബിഗിനിങ് ഇങ്ങനെ പ്ലാൻ ചെയ്യുക. അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാൻ ജോലി ചെയ്യായിരുന്നു, ഒരു 9 to 5 ജോലിയായിരുന്നു. സോ ഒരു റൊട്ടീൻ ലൈഫായിരുന്നു. മോഡലിംഗ് സൈഡിൽ കൂടെ ചെയ്യുന്നു, പാജന്റ് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഞാൻ ഓർത്ത് നോക്കിയേ, ലെറ്റ് മീ ടേക്ക് ദാറ്റ് സ്റ്റെപ്പ്, റിസൈൻ ചെയ്തിട്ട് ഫ്രീലാൻസ് ചെയ്യാം. അപ്പൊ നോക്കിയപ്പം അജു പറഞ്ഞ പോലെ പണ്ട് അജു റിയലൈസ് ചെയ്ത സെയിം സംഭവം ശരിയാണല്ലോ. 9 to 5 സംഭവം പാഷനോട് കൂടി ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് കുറെ സമയം ഉണ്ടാവും, നമ്മൾ ഹാപ്പിയാണ്. അതെ, ഒരുപാട് സമയം നമ്മുടെ കയ്യിലും ഉണ്ട്, അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ മെന്റലി ഹാപ്പിയുമാണ്, ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്കുണ്ട്. മറ്റേത് സ്ട്രെസ്, വർക്ക് സ്ട്രെസ് ഉണ്ട്, ഇത് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ബാക്ക് ടു സീറോ വന്നു. ഇനി ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ പ്ലാനിങ് സ്റ്റേജിലാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു പരിപാടി ചെയ്യണം. ബിക്കോസ് ഇത് എത്രത്തോളം സ്റ്റേബിൾ ആണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ എപ്പോഴും നമ്മുടെ കൂടെ ഒരു സ്റ്റേബിൾ ഇൻകം വേണം എന്നുള്ളൊരു തോട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് മോഡലിംഗ് എൻ്റെ ബ്ലഡിൽ ഇങ്ങനെ കുഞ്ഞിലെ തൊട്ടേ ഉള്ളതുകൊണ്ട് അതെനിക്ക് എന്തായാലും കൊണ്ടുപോകണം. നിനക്ക് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ എന്താ മിസ് കേരള, മിസ് ക്വീൻ കേരള, അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ബാഡ് എക്സ്പീരിയൻസും ഗുഡ് എക്സ്പീരിയൻസും രണ്ടും. ബിക്കോസ് കുറെ പാജൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് രണ്ട് രീതിയിലും. ബാഡ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാലോ ഇപ്പം എല്ലാം ബിസിനസ് ആണെന്ന് പറയുന്നത് പോലെ പാജൻസും പല അസോസിയേഷൻസിനും ബിസിനസ് ആണ്. അപ്പൊ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വിൻ ചെയ്യാൻ പറ്റാതാകും. അപ്പൊ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താലും ഒരു പോയിന്റ് എത്തും, മണി ക്യാൻ വിൻ ഓവർ. പൈസ കൊടുത്താൽ എന്തും കിട്ടും എന്നുള്ള ചില കാര്യത്തിൽ ഭയങ്കര യാഥാർത്ഥ്യമാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഈ റാമ്പിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം, അങ്ങനെ ഞാൻ കൊച്ചിയിലൊക്കെ പോവല്ലോ ഓഡീഷനൊക്കെ. അങ്ങനെ കുറെ ഓഡീഷനുകൾക്കൊക്കെ പോയിട്ടും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്ത്, അത് എനിക്ക് ഡ്രസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെയാണ് ഫോട്ടോ എടുക്കൽ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ പ്രാവശ്യം, ഈ വർഷം നമ്മൾ ഒരുമിച്ചൊരു റാം ഷോ സ്റ്റോപ്പേഴ്സ് ആയിട്ട് ചെയ്തായിരുന്നു. അതെന്റെ ഫസ്റ്റ് റാമ്പൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു ഇത്രയും നാളുകൾ. അപ്പൊ ഞാൻ ചോദിച്ചു, കള്ളം പറയല്, ഇത്ര നാളുകളായിട്ട് ചെയ്തോണ്ടിരിക്കും. ഇല്ലടാ, ഞാൻ റാമ്പിൽ ഇറങ്ങിയിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു റാമ്പില്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അടിപൊളി. പക്ഷെ ഞാൻ നെർവസ് ആയിരുന്നു ആദ്യമായിട്ട്. ശരിക്കും പറഞ്ഞാൽ എന്റെ നടത്തം അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് അതിന് അടിപൊളിയായിട്ട് കാരണം ആ കൂടി നടക്കണല്ലേ എക്സ്പീരിയൻസ് ഉള്ളു ഇത്ര ആയിട്ട്. പക്ഷെ നെർവസ് ആയതുകൊണ്ട് മര്യാദക്ക് ആ സാധനം കിട്ടിയില്ല. ഇനി അടുത്തിൽ സെറ്റ് ആക്കും ഞാൻ. പക്ഷെ അന്ന് ഭയങ്കര സൂപ്പർ ആയിരുന്നു കേട്ടോ. എല്ലാരും പറഞ്ഞല്ലോ, നമ്മുടെ കോറിയോഗ്രാഫർ എല്ലാം പറഞ്ഞല്ലോ, എന്റെ മനസ്സിന്റെ ഉള്ളിലും ഫേസിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷെ സൂപ്പർ ആയിരുന്നു. അത് സെറീന ജോൺസൺ കൂടെ ഉള്ളതുകൊണ്ടും കൂടിയാണല്ലേ. ഞാൻ അവളോട് ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ചോദിക്കും, ഇതെന്താ ചെയ്യേണ്ടത്, ഇതെങ്ങനെ ചെയ്യേണ്ടത്. അത് ഭയങ്കര റിഹേഴ്സൽ ഒക്കെ ആയിരുന്നു, സൂപ്പർ ആയിട്ട് ചെയ്തു. ചുമ്മാ പറയുവാ, നിങ്ങൾ വീഡിയോ ഇന്നലെയും കൂടി ഇട്ടതേ ഉള്ളൂ. ഇത്രയും നാളുകൾ മെയില് നമ്മൾ ചെയ്തൊരു റാം ഷോ. ഇനിയും റാം ഷോസ് വന്നാ ചെയ്യോ? ഓ, ചെയ്യും. ഇഷ്ടപ്പെട്ടോ റാമിൽ കയറിയുള്ള ഒരു ഫീല്? സത്യം. ഒരു നമുക്ക് തന്നെ ഒരു എന്താ പറയാ, ആ നടന്നു വരുമ്പോ നിന്റെ അടിപൊളിയായിരുന്നേ. പുറത്തുള്ള ആൾക്കാരും പറഞ്ഞു, അതായത് എനിക്കിതിനെ കുറിച്ച് മര്യാദയ്ക്ക് അറിയാത്തോണ്ട് അവർ പാട്ട് വെച്ചു തന്നു. ഞാൻ പാട്ടിന്റെ താളത്തിനല്ല നടന്നത്, പക്ഷെ നീ കറക്റ്റ് ആ പാട്ടിനനുസരിച്ച് സ്ലോ മോഷനിൽ കറക്റ്റ് സാധനമായിട്ട് വന്നു. അടിപൊളി, താങ്ക് യു. പക്ഷെ ഇനി ഇവിടെ കുറെ റാം ഷോസും കാര്യങ്ങളും വരുമ്പം അജ്മൽ ഖാൻ എന്നുള്ള ഒരാൾ അവിടെ കാണോ? ഓ, നല്ലതാണെങ്കിൽ ഞാൻ പോകും, ഉറപ്പായിട്ടും. അജു ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ഇരിക്കുമ്പം ഒരുപാട് പേര് ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത്? വാട്ട് ഡു യു ഹാവ് ടു സേ? എല്ലാവരും അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുക, എല്ലാവരും അപ്പനെ കാര്യം നോക്കി വീഡിയോ എടുക്കുക. അതായത് മറ്റുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതാലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രം ആലോചിക്കുക. നമുക്ക് എന്ത് ബ്ലെസ്സിങ് ആണ് കിട്ടിയെന്ന് ആലോചിക്കുക. ആ ബ്ലെസ്സിങ് അടിപൊളിയാക്കി ഗ്രേറ്റ്ഫുള്ളായിട്ട് വീണ്ടും മുന്നോട്ട് പോവുക. മറ്റുള്ള ആൾക്കാർ ചെയ്യണമെന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഇൻഫ്ലുവൻസർ ആവാൻ എന്താണ് ഒരു കഴിവ് വേണ്ടത്? ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ വലിയ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട, കാരണം എനിക്കിപ്പോൾ വലിയ കഴിവൊന്നുമില്ലല്ലോ ഇപ്പം ശരിക്കും വെറുതെ. പക്ഷെ നമ്മൾ ഇപ്പോൾ പക്ഷെ റിസ്ക് ആണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ടാലന്റ് വേണം, പിന്നെ അതുപോലെ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ഐഡിയാസ് വേണം, ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാവൽ ആയാൽ പോലും ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട്. അതിൽ യുണീക്കായിട്ട് ട്രാവൽ ചെയ്യണം. എന്ത് വ്ളോഗ് ഇട്ടാലും, കാരണം ആർക്കും സമയമില്ല, അത്രയധികം ആൾക്കാരുണ്ട് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ യുണീക്കായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും. അതെനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ക്ലിക്ക് ആവുന്ന ഒരു കാര്യമാണ് അർജുൻ്റെ കാര്യത്തിൽ. നമ്മൾ ഓരോ പോസ്റ്റ് കഴിയുമ്പോൾ നോക്കുമ്പോഴും അർജുനെ കാണാൻ തന്നെ ഡിഫറെൻറ്റാണ്. അപ്പോൾ വേറൊരാളെ കാണുന്നൊരു ഫീലാണ്. അപ്പം ഇപ്പം ഇത്ര നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നത് യു ഗിവിങ് യുണീക്ക് കണ്ടന്റ്. നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ നമ്മൾ യുണീക്ക് ആണെങ്കിൽ ആൾക്കാർ വാച്ച് ചെയ്തിരിക്കുമല്ലോ. ആ ഒരു അതെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്നത് മനഃപൂർവ്വമാണോ, അത് കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ?
അല്ല എനിക്ക് എപ്പോഴും എന്നെ ഡിഫറെൻ്റ് ആക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. ഞാൻ എക്സ്പെരിമെൻ്റൽ സംഭവമാണ്. എൻ്റെ കടയിലായാലും പിള്ളേരോട് പറയും എനിക്ക് അങ്ങനത്തെ സാധനം എന്ത് തന്നാലും ഞാൻ ഇട്ടോളും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. എന്ത് രീതിയിലും എക്സ്പെരിമെന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ.